ഹായ് ഫ്രണ്ട്സ്, പ്ലാൻപോൾ.payയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് കെയർ വീഡിയോസും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് സെയിൽ വീഡിയോയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കെയർ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ അല്ല, ആക്ച്വലി പ്രൊപ്പഗേഷൻ അഗ്ലോണിമ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതികൾ രണ്ട് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി മൂന്ന് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ള പ്രൊപ്പഗേഷൻ, പിന്നെ നോഡ് കട്ടിങ് ആയിട്ടുള്ള പ്രൊപ്പഗേഷൻ, പിന്നെ വരുന്നത് ടിഷ്യൂ കൾച്ചറാണ്. ഓക്കെ, അപ്പൊ ടിഷ്യൂ കൾച്ചർ ഒരു കോമൺ മാനെ സംബന്ധിച്ച് അതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു നഴ്സറിക്കാരനോ അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ചെയ്യുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റി എന്ന് വരില്ല, അല്ലെങ്കിൽ ചെയ്താൽ ശരിയാവുന്ന ഒരു കാര്യമില്ല, കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അതിനെപ്പറ്റി അറിവും കാര്യങ്ങളും വേണം. ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അത് ഹാർഡൻ ചെയ്ത് അത് ഒരു പ്രോസസ്സ് ഉണ്ട്, ഹാർഡനിങ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഹാർഡനിങ് കഴിഞ്ഞ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലാബിൽ നിന്ന് പുറത്തിറങ്ങിയ സാധനങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബോട്ടിൽസ് മേടിച്ച് ടിഷ്യൂ കൾച്ചർ ബോട്ടിൽസ് മേടിച്ച് അതിൻ്റെ അകത്ത് എനിക്ക് ചെറിയ വിലയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് ഹാർഡൻ ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്ലോണിമ ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അഗ്ലോണിമ ട്രൈ കളർ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ അത്യാവശ്യം കുറേ നാളായിട്ട് കട്ടിങ്ങോ കാര്യങ്ങളൊന്നും എടുക്കാതെ വെച്ചിരുന്ന ഒരു പ്ലാന്റ് ആണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ വെച്ചിരുന്ന പ്ലാന്റ് ആണ്, കട്ടിംഗ് ഒന്നും എടുക്കാതെ. ഓക്കെ, ട്രൈ കളർ ഇതിന്റെ പ്രൊപ്പഗേഷൻ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകും. പ്ലാന്റ് ഈ കട്ടിങ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അഗ്ലോണിമാസ് ഏത് അഗ്ലോണിമ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ടോപ്പ് കട്ട് എടുക്കാനായിട്ട് ഏത് അഗ്ലോണിമ, ഇപ്പോൾ ഈ ഒരു ജപ്പോങ്ക്രഡിന്റെ പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇതിങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോപ്പ് ആയിട്ട് നടാൻ പറ്റും. പക്ഷെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് നോഡ് കട്ടിങ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നോഡ് കട്ടിങ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോഡ് കട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 ഇഞ്ചസിന് 3-4 നോഡ് കിട്ടിയാൽ മാത്രമേ നോഡ് പ്രൊപ്പഗേഷൻ എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് മിനിമം ഇതുണ്ട്, ഇത്രയും ഹൈറ്റ് എങ്കിലും ഷോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വേരി ചെയ്യുന്നു, ഇത്രയും ഹൈറ്റ് എങ്കിലും ആയിരിക്കണം ഒരു നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യും. ഓക്കെ, കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് പുതിയ ഗ്രോത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും അടിയിലത്തെ ലീഫ് അതിൽ നുള്ളി കളയാം. ഓക്കെ, അതായത് ഈ അടിയിലത്തെ ഇല മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഉണക്ക ഇലയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ആദ്യം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് പ്ലാന്റ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതുണ്ട്, ഇത് ഏകദേശം ഒരു 2.5-3 ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പ്ലാന്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഏകദേശം 3 തൊട്ട് 4 പ്ലാന്റ് വരെ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റ്. പിന്നെ സാധാരണ ടോപ്പ് കട്ട് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്ലാന്റ് അത്യാവശ്യം ഒരു 3-4 ലീഫ് വരുമ്പോഴത്തേക്കും ടോപ്പ് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒരു നോഡ് കട്ട് എടുക്കുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം 3 മാസം വരെ ഒരു പ്ലാന്റ് വളരണം, എന്നാൽ മാത്രമേ നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കട്ടിങ് നമ്മൾ എടുക്കാൻ പോണത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലേഡ് മൂർച്ചുള്ളതാണ് നോക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പ് കട്ട് എടുത്തു. ഇതിന്റെ അടിയിൽ നമ്മളിപ്പോൾ ഒരു ഫംഗിസൈഡ് ഏതെങ്കിലും, ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം അത് മിക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യും. ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മുറിവായിൽ നമ്മൾ ഒരു ഫംഗിസൈഡ്, ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഡിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുരട്ടിയിട്ട് മാറ്റി വെക്കും. ഓക്കെ, ഞാൻ ഈ സാധനം ടോപ്പ് കട്ട് ഞാനവിടെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ നമ്പർ 1 കട്ടിങ് ആയി. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റം ഒന്നുകൂടി ഈ ഉണങ്ങിയ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സൂക്ഷ്മതയോടുകൂടി എടുത്ത് അങ്ങോട്ട് കളയുക. ഓക്കെ, എല്ലാം ഈ പറഞ്ഞതുപോലെ എടുത്ത് ക്ലീൻ ആക്കി എടുക്കുക. ക്ലീൻ ആക്കണം കേട്ടോ അത്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയത് വരില്ല. കാരണം നോട്ട്സ് കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കവചമുണ്ട്, അല്ലെങ്കിൽ ഒരു തുണി പോലത്തെ ഒരു തൊലിയുണ്ട്. ആ തൊലി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോട്ട്സ് കണ്ട 1, 2, 3, 4, 5, 6, 7 നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ അവസാനത്തെ നോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന നോഡ് കണ്ടോ, ഈ നോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് മേപ്പോട്ടേക്ക് വരാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആദ്യത്തെ കട്ടിങ് ഈ ഫസ്റ്റ് നോഡിന്റെ തൊട്ട് മേളിലായിട്ട്, രണ്ടാമത്തെ നോഡിന് മേളിലായിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതുള്ള പുതിയ ബ്ലേഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഒരു കട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ഇത് കണ്ടത്, ഇത് ഫസ്റ്റ് ഒരു നോഡാണ്, ഇത് രണ്ടാമത്തെ നോഡാണ്, ഇത് മൂന്നാമത്തെ നോഡാണ്. ഓക്കെ, അപ്പോൾ ഈ നോഡിൽ നിന്നായിരിക്കും ഗ്രോത്ത് വരിക. ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രോത്ത് കിട്ടും, ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രോത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡ് ഇവിടെ ഉണ്ട്, അടുത്ത നോഡിൻ്റെ ഹാഫ് വെച്ചിട്ട് മുറിക്കുക. ഓക്കെ, ഇങ്ങനെ കൈ പിടിച്ചല്ല മുറിക്കേണ്ടത്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണ്. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് നോഡ്, അത് ഞാൻ താഴെ വെച്ചു. പിന്നെ അടുത്തത് നോക്കുക, ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ ഒരു നോഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട്, അതായത് ഇതിൻ്റെയും നടുക്ക് വെച്ചിട്ട് ഇവിടെ മേളിൽ ഒരു വരയുണ്ട്. വരകൾ നോക്കിയാൽ ഇവിടെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു വരയുണ്ട്. ഇപ്പോൾ നാല് വരകളാണ് ഇത് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഒരു സെൻറ്റർ ഭാഗം വെച്ചിട്ട് സെൻറ്റർ ഭാഗം നോക്കി കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് 1 2 3 ഓക്കെ 4. അപ്പോൾ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടറ്റത്തും നിങ്ങൾ ഫംഗിസൈഡ് പേസ്റ്റ് ചെയ്ത് പിടിപ്പിക്കണം. ഓക്കെ, ഫംഗിസൈഡ് അല്ലെങ്കിൽ മെഴുകുരുകിയ മെഴുകുമേൽ ഇങ്ങനെ മെഴുകുതിരി ഇങ്ങനെ ഇതാക്കി വെച്ച് സൈഡിൽ ഒരു തുള്ളിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതായിട്ട് എന്താ പറയുക, ഫംഗിസൈഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് 4 ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലാന്റ് നിങ്ങൾ ഡയറക്റ്റ്ലി ഒരു പോട്ടിനകത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നടാം. ഈ നടുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ഇഞ്ച് പോട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നിങ്ങളെ കാണിക്കാനായിട്ട് 4 ഇഞ്ച് പോട്ടാണ് എടുത്തേക്കുന്നത്. ആക്ച്വലി നമ്മൾ നോഡ് പിടിപ്പിക്കുന്നത് ഇങ്ങനെയല്ല, ഒരു വലിയൊരു ടബ് വെച്ചിട്ട് അല്ലെങ്കിൽ പോട്ടറെ വെച്ചിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 പോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സ് ഒന്ന് നോക്കി, ഒരു പോട്ടിംഗ് മിക്സ് കണ്ടോ, നമ്മൾ ഉമിയൊക്കെ ചേർത്ത്, ഉമി അല്ലെങ്കിൽ പെർലൈറ്റ് ചേർത്താൽ മതി. ഉമിക്ക് നല്ല റേറ്റ് കുറവാണ്. പെർലൈറ്റ് നോക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 120 രൂപ 140 രൂപ റേറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉമിക്ക് റേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ബയോഡിഗ്രേഡബിൾ ആണ്, അത് തന്നെ വളമായിട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും, കമ്പോസ്റ്റ് ആയിട്ട് അത് തന്നെ വളമായിട്ട് മാറുകയും ചെയ്യും. സോ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഉമി ചേർക്കുന്നത്. പിന്നെ എയറേഷൻ, മണ്ണ് ഭയങ്കര ലൂസായിട്ട്, എന്ത് മണ്ണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ലെവല് നമ്മൾ അമർത്തണ്ട, ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ലെവലാക്കി എടുത്തിട്ട് ഒന്ന് കൊട്ടി ലെവലാക്കി ഇങ്ങനെ വെക്കുക. ഓക്കെ, പിന്നെ മേളിൽ വല്ല കല്ല് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കല്ലെടുത്ത് കളയുക. ഓക്കെ, എന്നിട്ട് ലെവലാക്കി ഇടുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ആദ്യം നമ്മൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഒരു 2 മാസത്തിനുള്ളിൽ ഇത് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് ടോപ്പ് ആയിട്ട് കട്ട് ചെയ്ത പ്ലാന്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റേതൊക്കെ നിങ്ങളുടെ അസെറ്റ്സ് ആണ്. അതായത് ഏതെങ്കിലും ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു 6 മാസം 7 മാസം കഴിഞ്ഞിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അത് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് നഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഒരു പോട്രേക്കകത്ത് ഒരു 50 നോട്ട്സ് ഒരു പോട്രേക്കകത്ത് അല്ലെങ്കിൽ ഒരു സീഡ്ലിംഗ് ട്രേക്കകത്ത് ഇരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഞാനിവിടെ ഫംഗിസൈഡ് പെരട്ടിയിട്ടില്ല, നിങ്ങളെ കാണിക്കാൻ ജസ്റ്റ് ചെയ്യുന്ന നോക്കുമ്പോൾ ഞാൻ പിന്നെ പെരട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, പ്ലാന്റിങ്ങിന്റെ ഈ ടോപ്പ് കട്ട് പ്ലാന്റ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇത് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് പ്ലാന്റ്. ഇത് നമുക്ക് ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്കും ആ പ്ലാന്റ് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് ഈ ഒരു നോഡ് കട്ടിങ്, ഇത് എങ്ങനെയാണ് നടുന്നത് എന്നുള്ളത്. ഈ 2 വശത്ത് ഇപ്പോൾ ഈ തുണിയൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു. ഈ പോർഷനും ഈ പോർഷനിലും നമ്മൾ ഫംഗിസൈഡ് പുരട്ടി. ഫംഗിസൈഡ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കാം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾ ഉണ്ടാക്കുക. ഒത്തിരി ഡീപ്പായി പോയി തോന്നുകയാണെങ്കിൽ ഒന്ന് കുറച്ച് മണ്ണിട്ട് ലെവലാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കുനിപ്പുണ്ടല്ലോ, ആ കുനിപ്പ് മേപ്പോട്ടേക്ക് വരത്തക്ക വിധത്തിൽ വെക്കുക. നൈസായിട്ട് അങ്ങോട്ട് ഈ സാധനം അങ്ങോട്ട് മൂടി
ഇടുക. ഫുള്ള് കവർ ചെയ്തിടേണ്ട കാര്യമില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്കിത് വിസിബിൾ ആയിട്ട് കാണണം കേട്ടോ, എന്നാൽ മാത്രമേ അത് സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെ അത് അതേപോലെ തന്നെ ചീഞ്ഞു പോകും. ഓക്കെ, അടുത്തത് അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇത് എടുക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. ആ നോട് ആ കുനിപ്പ് മേളിലായിരിക്കണം, ഇതായിട്ട് നട്ട് വെക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കഴിഞ്ഞു. മൂന്നാമത്തത് അതേപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുക. ആ നോട്ട്സ് ഇതിൻ്റെ അകത്ത് 2 നോഡ് ഇത് കാണാൻ പറ്റുന്നുണ്ട്, ഗ്രോത്ത് ഹെഡ് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു ഇത് അത് അതേപോലെ തന്നെ വെക്കുക, കുഴി ഉണ്ടാക്കുക, വെക്കുക, മറച്ചു വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് ഉടനെ നമുക്ക് നനയ്ക്കേണ്ട കാര്യമില്ല. 15 ദിവസത്തിന് ശേഷം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ മന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, മന്ത് അല്ലെങ്കിൽ കാലസ് ഫോർമേഷൻ ആയിട്ടുണ്ടാവും. പിന്നെ അതായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളിത് ഈ ചട്ടി എവിടെയെങ്കിലും തണലത്ത് വെക്കുക. ഏകദേശം ഒരു 10-15 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക. അപ്പം അതുമേല് റൂട്ട് നിങ്ങൾക്ക് ചെറുതായിട്ടൊരു എന്തെങ്കിലും റൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാന്റ് ആയിട്ട് റൂട്ട് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ചെറിയൊരു പ്ലാന്റോ കാണാൻ പറ്റും. ഏകദേശം ഒരു 2 മാസം കൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ 2 മാസത്തിനുള്ളിൽ ഒരു മാസം ഈ ഒരു പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിയ ഡോസിൽ 19 നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, 19 ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതിന് ഈ ഒരു പ്ലാന്റിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൂട്ടുകൾ വന്നു തുടങ്ങും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൂട്ടുകൾ വന്നു തുടങ്ങി എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആണ് അടുത്തൊരു സ്കോപ്പ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു പ്ലാന്റ് 4000 ആക്കുന്ന ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞത്. ഇതേ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് എഗെയിൻ ചെയ്യാൻ പറ്റും. അത് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റൂട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നീറ്റായിട്ടുള്ള ഒരു പുതിയ ബ്ലേഡ് എടുക്കുക, അതായത് സ്റ്റെറിലൈസ്ഡ് ബ്ലേഡ് എടുക്കുക. ഒന്നുകൂടി ആ റൂട്ട് വന്ന പ്ലാന്റ് മാത്രം നൈസായിട്ട് കട്ട് ചെയ്യുക, ഫംഗിസൈഡ് വെട്ടുക, അത് വേറെ സെപ്പറേറ്റ് ഒരു പോട്ടിനകത്തേക്ക് നട്ടു വെക്കുക. ഈ നോഡ് ഉണ്ടല്ലോ, ഈ നോഡ് ചീഞ്ഞു പോകുന്നത് വരെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. അത് അഗൈൻ ടൈം കൺസ്യൂമിങ് ആണ്. അത് അടുത്ത നോഡ് ഫോം ചെയ്ത് അടുത്ത ഗ്രോത്ത് വന്ന് വീണ്ടും വരേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അത്രയും നാളത്തേക്ക് നമുക്ക് ഈ നോഡ് നമ്മൾ ഒരു തവണ കട്ട് ചെയ്ത് വെച്ച നോഡ് നശിഞ്ഞു പോകുന്നത് വരെ, അതായത് ചീഞ്ഞു പോകുന്നത് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്ലാന്റുകൾ, ചെറിയ പ്ലാന്റുകൾ ഉണ്ടാക്കാം. അത് പിന്നെ പോട്ടറയ്ക്കകത്ത് വെക്കുകയോ അല്ലെങ്കിൽ വലിയ ചട്ടിക്കകത്ത് നട്ട് വെക്കുകയോ വലുതാക്കി വെക്കുകയോ അത് നിങ്ങളുടെ കാര്യം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 12,000 പ്ലാന്റ് വരെ നമുക്ക്, ഒരു 1000 മദർ പ്ലാന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 12,000 പ്ലാന്റ് വരെ നമുക്ക് ഒരു കൊല്ലത്തിൽ ഉണ്ടാക്കാൻ പറ്റും. 1000 പ്ലാന്റ്. അങ്ങനെയാണ് കേട്ടോ ഈ നഴ്സറി ബിസിനസ് നടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.